ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഫോമോ എന്ന് പറയുന്നൊരു സെല്ലിംഗ് സ്ട്രാറ്റജിയാണ്. എന്താണ് ഫോമോ? ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. അതായത് കസ്റ്റമർക്ക് ആൾക്കില്ലാത്തൊരു കാര്യം നമ്മളാൾക്ക് പറഞ്ഞു കൊടുത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെല്ല് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലിമിറ്റഡ് പീരീഡ് ഓഫർ കൊടുക്കുക എന്നുള്ളതാണ്. അത് രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഒന്ന്, നമുക്കൊരു ഡീല് കൊടുക്കാം. അതായത് ഒരു 2 lakhിൻ്റെ ഒരു പാക്കേജ് സാർ ഇന്ന് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഇത്ര രൂപ ഡിസ്കൗണ്ട് നമുക്ക് ചെയ്തു തരാൻ പറ്റും എന്ന് പറയാം. മറ്റൊരു രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇന്നത് ബുക്ക് ചെയ്തില്ലെങ്കിൽ നാളേക്ക് ഫെയറിൻ്റെ റേറ്റ് ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്, അവൈലബിലിറ്റി പ്രശ്നം വരാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്വിക്കായിട്ട് നമുക്ക് സെല്ല് ചെയ്യാം. പിന്നെ ഒരു കാര്യമാണ്, നമുക്ക് സീസണൽ ബേസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഓണം വരുന്നു അപ്കമിങ്, അല്ലെങ്കിൽ ക്രിസ്മസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ പെരുന്നാൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. ഇപ്പോൾ ഒരു കപ്പിൾ ഒരു ഹണിമൂണിന് വരികയാണ്, നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ് പാക്കേജസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് ഇപ്പോൾ നമ്മൾ ഫുക്കറ്റ് ഡെസ്റ്റിനേഷൻ ഫിക്സ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ മാൽദീവ്സ് ചെയ്യാറുണ്ട്. അപ്പോൾ ഹണിമൂണേഴ്സ് കൂടുതലും മാൽദീവ്സ് തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. അവിടെ ഈ ലക്ഷറി ഫെസിലിറ്റീസ് ഉണ്ട്, ഹണിമൂണേഴ്സിന് വൈബുള്ള ഒരു സ്ഥലമാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവർക്ക് അഡ്വൈസ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി എന്താവും, ആ ഒരു രീതിയിലേക്ക് പെട്ടെന്ന് എടുക്കാനും അത് പറയുന്നത് ശരിയാണ്. കസ്റ്റമേഴ്സ് ഇത്ര ആൾക്കാർ പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഇത്ര ബുക്കിംഗ് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു, ഈ മാസം തന്നെ എന്ത് ചെയ്യാം 10 ബുക്കിംഗ് മാൽദീവ്സിലേക്ക് വന്നിട്ടുണ്ട്, ഫുക്കറ്റിലേക്ക് ഒരു 10 പേര് പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമർ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ രീതിയിലേക്ക് മനസ്സിലാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കസ്റ്റമറെ ഫോമോ മെത്തേഡ് സ്ട്രാറ്റജി യൂസ് ചെയ്യണമെങ്കിൽ ഒരുപാട് ലേറ്റ് ആയിട്ട് നിൽക്കുന്ന കസ്റ്റമേഴ്സ്, അല്ലെങ്കിൽ ട്രസ്റ്റ് ഇല്ലാത്തൊരു കസ്റ്റമർ, അല്ലെങ്കിൽ ഒരു സ്റ്റക്കായി നിൽക്കുന്ന ഒരു കസ്റ്റമർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് അവരെ കൺവേർഷൻസിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അവരെ ഉള്ളിൽ ഒരു അർജൻസി ക്രിയേറ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർ ഇതെടുത്തില്ലെങ്കിൽ വലിയൊരു നഷ്ടമാണ് വരാൻ പോകുന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇതാണ് ബെസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു മെസ്സേജ് ബ്രെയിനിലേക്ക് കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഈ ഒരു ഫോമോ എന്ത് ചെയ്യുന്നത്, നമ്മൾ സെല്ല് ചെയ്യുന്നത്. സോ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള മെത്തേഡ്സ് സെല്ലിംഗ് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു പാക്കേജ് അയച്ചു കൊടുത്തു, നിങ്ങൾ ഡീറ്റെയിൽസ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തെടുത്തു എന്നുള്ളതിലല്ല. സെയിൽ എന്ന് പറയുന്നത് സ്കില്ലാണ്. ഈ സ്കില്ല് നിങ്ങൾ എപ്പോഴും പഠിക്കുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇമ്പ്രൂവ്മെന്റ് സെയിൽസിൽ ഉണ്ടാവുള്ളൂ. അല്ലാതെ 1 വർഷം വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, 2 വർഷം വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതിലല്ല കാര്യം. നമ്മളെങ്ങനെ ലേണിംഗ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. സോ നിങ്ങൾ എന്ത് ചെയ്യുക, സ്ഥിരമായിട്ട് ഓരോ ടെക്നിക്സ് പഠിച്ചുകൊണ്ടിരിക്കുക. ഇത് പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സെല്ലിങ്ങിന്റെ ഒരു ഗ്രോത്ത്, കരിയർ ഗ്രോത്ത് വളരെ ഇമ്പ്രൂവ് ആയി വരുന്നത് കാണാൻ പറ്റും. ഓൾ ദ ബെസ്റ്റ്.